Hello, good evening. Good evening, all. Welcome to 90 plus double power tuition, world's first learning assurance model. Yes. I'm Amina and I'll be teaching you chemistry today. Good evening, all. Yes. Is it Manet? Good evening, dear. Can you please switch on your videos, all of you? Yes. ഹലോ മാം Yes, Manet. Good evening. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. Okay. First class ആണോ, Manet? അതെ പക്ഷെ ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി. Okay. ഇന്നലത്തെ ക്ലാസ് ആണോ അതോ ഇതിനു മുന്നേ നടന്ന ക്ലാസ് ആണോ? ഇന്നലത്തെ ക്ലാസ്. ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണോ? മാനസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. ഓക്കെ ആണ്. ആ ഓക്കെ. അപ്പൊ നമുക്കൊരു 2 പോയിന്റ് കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് വർക്ക്ഔട്ട് സെഷനിലേക്ക് പോവാണ്. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ ഓക്കെ ഓക്കെ. So I didn't attend yesterday's class. Okay, Shrey. Okay, Shrey, good evening, dear. Can you hear me? Good evening. Yes. Shrey, can you hear me? I think you have some issue with your audio. If you want to tell something there, you can message me or you can put it in the chat box. Okay? Yes. Please switch on your videos, all of you. ഒരുപാട് പേരുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയാം? Yes. Sanvi, good evening. How are you? ഫൈൻ ടീച്ചർ. Just fine. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ. മ്യൂട്ട് ചെയ്തോ. യെസ്. പറഞ്ഞോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ സ്കൂളിലൊക്കെ പോയി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇന്ന് സ്കൂൾ ക്ലാസ് ഇല്ലായിരുന്നു അല്ലേ? ടുഡേ സാറ്റർഡേ. അപ്പൊ ഇന്ന് ഫ്രീ ആയിരുന്നു. എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം? വെറുതെ ഇരുന്നു അതോ? ഒരു മിനിറ്റ്. ഒന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. ഇല്ല. ഇല്ല. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് ഇമ്മാനുവൽ. ഡിയോൺ, what were your programs? പ്രത്യേകിച്ചൊന്നുമില്ല മിസ്സേ, ഗെയിം കളിച്ചിരിക്കുക അവധിയായിരുന്നു. ഗെയിം കളിച്ചിരിക്കുക. പുറത്തോട്ടൊന്നും ഇറങ്ങുന്ന പരിപാടി ഇല്ല? അപ്പനില്ല, അപ്പൻ ഖത്തറിൽ പോയി. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് വരുമ്പോ അപ്പൊക്കെ പോകുള്ളൂ. അപ്പോഴേ ഇനി പുറത്തേക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. വെരി ഗുഡ് വെരി ഗുഡ്. തന്മയ്, are you there? Yes. Good evening. കുറച്ചു പേരെയൊന്നും അവിടെ കാണാനില്ലല്ലോ. യെസ്. ഗുഡ് ഈവനിങ്. എവിടെ പോയിരുന്നു? ഓക്കെ. എങ്ങനെ വെച്ചാൽ മതി. യെസ്. ഓക്കെ ഓക്കെ. So how are you, Tanmay? How was your day? ഗുഡ് മാം. Good. Just good. പ്രത്യേകിച്ചൊന്നുമില്ല. ആർക്കും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു അല്ലേ? യെസ്. കുറച്ചു പേർക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഇൻഫോം യുവർ ക്ലാസ് ടീച്ചർ ആസ് വെൽ ഡിയേഴ്സ്. ഇഫ് യു ആർ ഹാവിംഗ് എനി ഇഷ്യൂസ് വിത്ത് യുവർ വീഡിയോ, പ്ലീസ് ഇൻഫോം ദാറ്റ് ടു യുവർ ക്ലാസ് ടീച്ചർ ആസ് വെൽ. ബിക്കോസ് നമ്മളിവിടെ നോക്കുമ്പോ ക്യാമറ ഓൺ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സോ മെനി സ്റ്റുഡൻസ് ആർ ദേർ. അന്നാസ് കറിയ, മാനറ്റ് I think informed me, right? Or Manet, Emmanuel. Yes, Emmanuel turned on the video. Geevarghese, okay. Then Navadeep, then Jagannath. Please switch on your videos, all of you. If you are having any issues with your audio, you can message or give a message in the chat box and you can inform your class teacher as well. Okay? Okay. Yes. Okay, Tanmay is having some issues there. Okay. Yes, Emmanuel. പറഞ്ഞോളൂ. Your screen was lagging and your voice was breaking. വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ദിയോൺ? Yes. ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഓക്കെ ആണ്. ആ ഓഡിയോ വീഡിയോ ഓക്കെ. ഓഡിയോ ഓക്കെ, എല്ലാം ഓക്കെ ആണ്. ആ
ഇമ്മാനുവൽ അപ്പോ അങ്ങനെ വരുന്നെങ്കിൽ എല്ലാവർക്കും ഇഫ് ദി ഇഷ്യൂ വാസ് ഓൺ മൈ സൈഡ് ദെൻ മാം ആ ഇപ്പോഴും ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? Okay, so if you are if my video and audio is fine, please message me in the chat box with a thumbs up or a yes or something. If all fine, like audio, video, it's all good. Please give me a thumbs up. Okay, 1, 2. Yes, all of you, please reply in the chat box dear. 3, 4, yeah, 5. Thumbs up എന്നൊക്കെ type ചെയ്തയക്കുന്നുണ്ടല്ലോ. Yes. 5. Everybody, please respond dear. If my video and audio all fine, please give a reply on the chat box. Yes, 6, 7. അപ്പൊ ഇത്രയും പേർക്ക് ഓക്കെ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മേ ബി ദ ഇഷ്യൂ ഇസ് ഓൺ യുവർ സൈഡ്. ഓക്കെ, കുറച്ചധികം പേര് പറയുന്നുണ്ട് ഓഡിയോ വീഡിയോ എല്ലാം ഓക്കെ ആണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കുക. പ്രശ്നമുള്ളവർ ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. നന്ദിനി, good evening dear. Good evening. Miss, ഞാൻ ക്യാമറ ഓഫ് ചെയ്തോട്ടെ, കറന്റ്ലി പുറത്തായിരുന്നു ഞാൻ. ഓക്കെ, ക്ലാസ് ടീച്ചറിനെ ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ നന്ദിനി. മിസ് ഇപ്പൊ Okay, തന്നെ okay. വീട്ടിലെത്തില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് മതി. ഓക്കെ, Thank ഒന്ന് you. ലേറ്റ് ആയതാണ് അല്ലേ? യെസ്, ഓക്കെ, ഫൈൻ. Okay, then so we are on the workout session of day 1. Okay, day 1, particulate nature of matter, and we will be first revising the concepts that we learned yesterday. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. നമ്മൾ യൂഷ്വലി പറയുന്നത് പോലെ തന്നെ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോ നമ്മൾ ഇന്നലെ പഠിച്ച കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ ഗുഡ്? നോ സ്ട്രേ, there will not be any exam today. ഓക്കെ, ഇന്നലെ കോൺസെപ്റ്റ്സ് എല്ലാം റിവൈസ് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുന്നവര്, വർക്ക്ഔട്ട് സെഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തിരുന്നവർ. ഓക്കെ. If you are ready with the concepts, yes, Jagannath, very good. Yasin, very good. Sanvi, I think it's Devang, right? Yes. Okay. അപ്പൊ കുറച്ചധികം പേരുണ്ട്, റെഡി ആയിട്ടിരിക്കുന്ന കുറച്ചധികം പേരുണ്ടല്ലോ. യെസ്. ഇല്ല, മെജോറിറ്റി. യെസ്. ഇനിയും ആൾക്കാരുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ വെരി ഗുഡ് all of you. Is that Fatima? Fatima, please raise your hands dear. Yes, midterm exam is over about this chapter. Okay, so Dion is all good with the chapter, right? പ്രത്യേകിച്ച് റിവിഷന്റെ ആവശ്യമില്ല. Yes, Fatima, are you new here dear? Are we meeting for the first time? Yes, ma'am. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? Yes, ma'am. Yes, you were there. Okay, concepts ഒക്കെ okay ആണോ? Yes. Yes, okay. So shall we go on to the workout session? Yes, ready അല്ലേ? Okay then. Okay. Stray, yes dear, you can. So let me tell you one thing. So before you sit in the class, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുക, അതിന് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഫ് യു വാണ്ട് ടു ഫ്രഷൻ അപ്പ് ഓർ ഇഫ് യു വാണ്ട് ടു ഗോ ടു വാഷ്റൂം ഓർ സംതിങ്, ലൈക്ക് നിങ്ങൾ ഒരു 1.5 hour ക്ലാസ് അല്ലേ നമ്മുടെ, റൈറ്റ്? അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ, ആൻഡ് പ്ലീസ് ടേക്ക് എ ബോട്ടിൽ ഓഫ് വാട്ടർ വിത്ത് യു. ഓക്കെ, സൈഡിൽ എന്ത് ചെയ്യുക, കാരണം ഇതിനിടയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ they want to go to washroom, എന്താണ് ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. സോ കൈൻഡ്ലി അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ഒരു ബോട്ടിൽ ഓഫ് വാട്ടറുമായിട്ട് ക്ലാസ്സിന് ഇരിക്കാം. ഓക്കെ, ആൻഡ് നെസസറി ഐറ്റംസ് ദാറ്റ് യു നീഡ് ഫോർ എ ക്ലാസ്. യെസ്, യാസിൻ വിത്ത് എ ബോട്ടിൽ ഓഫ് വാട്ടർ ആണ് ഇരിക്കുന്നത്. വെരി ഗുഡ്. പറയുന്നതിന് മുന്നേ തന്നെ ഋതിക ഇസ് ഓൾസോ ദർ. Yes, okay then. So moving on to the recap of yesterday's session. അതിൽ നമുക്ക് ഒരു 2 points കൂടി ആഡ് ചെയ്യാനുണ്ട്. 2 ഒരു 2 to 3 points നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇന്ന് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് സെഷനിലേക്ക് പോവാം. So all of you ready?
Okay, so let's move on to the session, and just give me a second here so that I can present you the screen. Just give me a second. Yes. So, നമ്മൾ ഇന്നലെ പഠിച്ച കോൺസെപ്റ്റ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കുറച്ച് ഹാൻഡ് റൈസസ് വന്നിട്ടുണ്ട്. ഫാത്തിമ, ഡു യു ഹാവ് എനി ഡൗട്ട്സ് ഹിയർ? Do you have any doubts? No, ma'am. Okay, so can you please lower your hand? Okay, okay. Emmanuel, tell me, dear. Ma'am, not the same issue. Camera, your screen, I cannot see Lagging. properly sometimes. Okay. So do one thing, dear. Reconnect ചെയ്ത് നോക്കിയോ? റീകണക്ട് ചെയ്ത് നോക്കി. ഓക്കെ. നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അതോ ബാക്കിയെല്ലാം ഓക്കെ ആണോ? Yes, miss. ഓക്കെ. സോ ദെൻ പ്ലീസ് കോൺടാക്ട് യുവർ ക്ലാസ് ടീച്ചർ ഡിയർ. എന്നിട്ട് ഇൻഫോം ചെയ്യണം കേട്ടോ. മാം ഇപ്പോഴും കുറച്ചൊരു മുമ്പ് ലാഗായി മിസ് പറഞ്ഞപ്പോൾ. ഓക്കെ ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഇമാനുവൽ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോ ക്ലാസ് ടീച്ചറിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയുക കേട്ടോ. ലൈക് ബാക്കി എല്ലാവർക്കും ഓക്കെ ആണ്, ബാക്കി മെജോറിറ്റി ആൾക്കാർക്കും ഓക്കെ ആണ്. ഐ എം ഫേസിങ് സം ഇഷ്യൂസ്. പ്ലീസ് ഇൻഫോം. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. പ്ലീസ് ഇൻഫോം. റീജോയിൻ ചെയ്ത് നോക്കുക. ഒന്ന് രണ്ട് വട്ടമൊക്കെ റീജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, യെസ് പ്രിൻസ് പറഞ്ഞോളൂ. മാം ഇന്ന് റിട്ടേൺ എക്സാം ആണോ ഉള്ളത്? നോ, ടുഡേ ഡേ 1 വർക്ക്ഔട്ട് സെഷൻ ഡിയർ. നമ്മൾ ഡേ 3 വർക്ക്ഔട്ട് സെഷനിലെ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ നടത്തുക. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എക്സാം ഒന്നുമില്ല. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ദെൻ. സോ നമ്മൾ ഇന്നലെ പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു മാറ്റർ എന്താണ്, അല്ലെങ്കിൽ മാറ്ററിന്റെ നേച്ചർ എങ്ങനെയാണ്, മാറ്ററിന് എന്ത് ടൈപ്പ് എന്ത് നേച്ചർ ആണുള്ളത്, അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാറ്ററിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ആൻഡ് മാറ്റർ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് വളരെ ചെറിയ പാർട്ടിക്കിൾസിലേക്ക് നമ്മൾ എത്തും. ആൻഡ് അതിൽ നിന്ന് ഫർദർ നമുക്ക് ബ്രേക്കിംഗ് ഡൗൺ പോസിബിൾ അല്ല. ആൻഡ് ദാറ്റ് സ്മോളസ്റ്റ് യൂണിറ്റ്, ദാറ്റ് ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ ഇസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊരു മാറ്റർ ആയിക്കോട്ടെ, ഏതൊരു സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, എ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇസ് ദ ബേസിക് യൂണിറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. A constituent particle is the basic unit that makes up a larger piece. Whether it is a chalk, whether it is water, anything. ഏത് ടൈപ്പ് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അവന്റെ ഒരു ബേസിക് യൂണിറ്റ് ഉണ്ടാകും. ആ ബേസിക് യൂണിറ്റ് കൊണ്ടായിരിക്കും ഒരു ലാർജർ പീസ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, മേക്ക് ചെയ്തിട്ടുണ്ടാവുക. ജസ്റ്റ് ലൈക്ക് chalk, the grains of sand and clay are not the smallest units of bigger rock. അപ്പോ ഒരു സബ്സ്റ്റൻസിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ തന്നെ ആവണം എന്നില്ല. മറ്റൊരു സബ്സ്റ്റൻസിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മേ ബി സെയിം ആയിട്ടും വരാം. ഓക്കെ, സോ ഷുഗർ പാർട്ടിക്കിൾസിന്റെ ഡിസൊല്യൂഷന്റെ കേസ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലേക്ക് എത്തി. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഒരു സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസിനിടയിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, അടുത്ത് നിർത്തുന്നതെന്ന് പറഞ്ഞു. ഇറ്റ് ഹെൽപ്സ് us to stay close together, right? So these force എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ഫോഴ്സസ്, these force depends on the nature of the substances and the distance between them. രണ്ട് കാര്യങ്ങളാണ് ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, സബ്സ്റ്റൻസ് എങ്ങനെയാണ്, സബ്സ്റ്റൻസിന്റെ നേച്ചർ എങ്ങനെയാണ്. Secondly, it will depend on the distance between particles. ആ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ ഫോഴ്സും കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി. ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ ആ ഫോഴ്സ്
ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. സോ ഈ രണ്ട് കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുക, ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുക. അത് നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻസ്, ദീസ് ഫോഴ്സസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്ലി ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഓക്കെ, ആൻഡ് ഇതിനനുസരിച്ചാണ് ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ സ്ട്രെങ്ത് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചാണ് നമ്മുടെ മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. There are 3 physical states of matter: solids, liquids and gas. ആ 3 physical സ്റ്റേറ്റിലും മെയിൻ ഡിഫറൻസ് വരുന്നത് എന്തിൽ തന്നെയാണ്? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ തന്നെയാണ് അല്ലെ? യെസ് യാസിൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാ? സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാ? ഒന്ന് ബ്രീഫ് ചെയ്യാമോ? പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാ? സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസിലെ ലൈക്ക് മറ്റേ നമ്മുടെ നേച്ചറിൽ ഉണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സസ് കാരണം അതിന്റെ നമ്മുടെ ആ സബ്സ്റ്റൻസിനെ എന്നൊന്ന് പറയണേ അടുത്തടുത്ത് നിർത്തും. അത് ഞാൻ സമ്മതിച്ചു. ഓക്കെ, സോളിഡ്സിൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? സോളിഡ്സിന്റെ കേസിൽ കൂടുതലായിരിക്കും. മിനിമം എവിടെയായിരിക്കും? മിനിമം എവിടെയായിരിക്കും? ഗ്യാസസിലായിരിക്കോ ലിക്വിഡ്സിലായിരിക്കോ? മിനിമം ഏറ്റവും കുറവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരിക ഏതിലായിരിക്കും? ലിക്വിഡ്സ്, ഗ്യാസസ്. എന്റെ മുഖം മാറിയതുകൊണ്ടാണോ ലിക്വിഡ്സ് ഗ്യാസസ് ആയത്? യെസ്, someone raised hands. ആരായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തത്? യെസ്, നവദീപ്. ആൻസർ പറയാൻ വേണ്ടിയിട്ടായിരുന്നോ അതോ ഡൗട്ട്സ് ഉണ്ടോ? മാഡം എനിക്കിത് ഒന്നും കൂടെ പറഞ്ഞുതരും. ഇന്റർ പാർട്ടിക്കിൾ ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നമ്മൾ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പാർട്ടിക്കിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യില്ലേ? ലിക്വിഡ്സിൽ പാർട്ടിക്കിൾസ് കുറച്ച് ദൂരെ ആയിരിക്കും ഇരിക്കുക, സോളിഡ്സിൽ അടുത്തടുത്തായിരിക്കും ഇരിക്കുക, അങ്ങനെ പറയാറില്ലേ? ഓക്കെ, അതിനിടയിൽ അപ്പൊ ഈ പാർട്ടിക്കിൾസിനിടയിൽ ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ പരസ്പരം അടുത്ത് നിർത്തുന്ന ഒരു ഫോഴ്സ്, അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ഫോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. അതായത് പാർട്ടിക്കിൾസിനിടയിലുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അത് ആരിലായിരിക്കും കൂടുതൽ? സോളിഡ്സിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതായത് സോളിഡ്സിന്റെ പാർട്ടിക്കിൾസ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത്രയും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ബിക്കോസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ. ഓക്കെ, ലിക്വിഡ്സിലാകുമ്പോൾ അത് കുറച്ചുകൂടി കുറവായിരിക്കും, അപ്പൊ അവർ അത്രയും അടുത്തിരിക്കില്ല. ഓക്കെ, ഗ്യാസസ് ആകുമ്പോൾ അവർക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സബ്സ്റ്റൻസ് ഏതാണ് എന്നുള്ളതിനനുസരിച്ച് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാറും. സോളിഡിൽ ഉള്ളത് പോലെ അല്ലല്ലോ ലിക്വിഡിൽ. സോളിഡിൽ തന്നെ ഡിഫറെന്റ് പാർട്ടിക്കിൾ ആകുമ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാറും. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് സബ്സ്റ്റൻസസ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്, ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ ദീസ് ആർ 2 പാർട്ടിക്കിൾസ്, അവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസിനെയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. സോ സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസസിന്റെ കേസ് എടുക്കുമ്പോൾ സോളിഡ്സ് വിൽ ബി ഹാവിംഗ് ദ മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ഗ്യാസസ് വിൽ ബി ഹാവിംഗ് ദ മിനിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ടാണ് ഗ്യാസസ് എന്ത് ചെയ്യുന്നത്, ഗ്യാസസിന് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു, മാറ്റർ ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. മാറ്റർ ഇങ്ങനെ നമുക്ക് തോന്നും മാറ്റർ എല്ലാം ഇതെല്ലാം എന്താണ്. ഇപ്പൊ ഞാൻ ഈ പെൻ എടുത്തു, ഞാൻ ഇന്നലെയും പറഞ്ഞ എക്സാമ്പിൾ ആണ്. കൺസിഡറിങ് ദിസ് പെൻ, ഞാനിത് ഒരു എൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ നോക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അല്ലെ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയേക്കാണ്. ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി നോട്ട് കണ്ടിന്യൂസ്. ഇതിലെല്ലാം ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ പാർട്ടിക്കിൾസ് വളരെ ചെറുതായതുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ വേർതിരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്, ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഒരു മാറ്റർ എടുത്താലും അതൊന്നും കണ്ടിന്യൂസ് അല്ല, അതെല്ലാം ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നതാണ്, മേക്ക് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് മാറ്റർ ഇസ് നോട്ട് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ഇനി നമ്മൾ ആചാര്യ കന്നദിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു. ആചാര്യ കന്നദ് ആണ് എന്ത് ചെയ്തത്, ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, പരമാണു എന്നാണ് ആ ഒരു അദ്ദേഹം ടേം ചെയ്തത്.
ആൻഡ് ആ ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിളിന്റെ കോൺസെപ്റ്റ് വന്നത്, എവറി സബ്സ്റ്റൻസ് എവറി മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ആചാര്യ കനദ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? പാർട്ടിക്കിൾസിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്കിടയിൽ എന്തുണ്ടാകും? സ്പേസ് ഉണ്ടാകും. അത് കൂടുതലോ കുറവോ ആയിക്കോട്ടെ. സോളിഡ്സിന്റെ കേസ് നമ്മൾ ഇത് ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്താലും നമ്മൾ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഹാവിംഗ് മിനിമം സ്പേസ് ബിറ്റ്വീൻ ദം എന്നാ. നമ്മൾ ഒരിക്കലും പറയില്ല നോ സ്പേസ് ബിറ്റ്വീൻ ദം എന്ന് ഒരിക്കലും പറയില്ല. ബിക്കോസ് പാർട്ടിക്കിൾസിന്റെ നേച്ചർ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അവിടെ എന്തുണ്ട്? സ്പേസ് ഉണ്ട്, ബട്ട് ഇറ്റ് വിൽ ബി മിനിമം ഓർ ഇറ്റ് വിൽ ബി മാക്സിമം. ചില പാർട്ടിക്കിൾസിന്റെ കേസ് വരുമ്പോൾ സ്പേസ് കൂടുതലായിരിക്കും, ചില ആൾക്കാരുടെ കേസ് വരുമ്പോൾ സ്പേസ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ പാർട്ടിക്കിൾസ് ഡെഫിനറ്റ്ലി ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം, കൂടുതലോ കുറവോ. ആൻഡ് പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞത് നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലെന്നാ. പക്ഷെ ശരിക്കും അവർ റെസ്റ്റിലാണോ? ഈ സോളിഡ് പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ്? ഓൾവേസ് അല്ല. ഓൾവേസ് എന്നുള്ളതല്ല. നമുക്ക് ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ ആസ് എ ഹോൾ ആ സബ്സ്റ്റൻസ് റെസ്റ്റിലാണ് എന്ന് തോന്നിയാലും ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. അവർക്ക് ഇപ്പോ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫിക്സ്ഡ് പൊസിഷനിൽ അവർ എന്ത് ചെയ്യുന്നു? ആ ഫിക്സ്ഡ് പൊസിഷനിൽ ഇരുന്ന് അവർ വൈബ്രേറ്റ് ചെയ്യുന്നു. യെസ്, മുഹമ്മദ് സ്വഫാൻ ഐ തിങ്ക്, റൈറ്റ്? യെസ്, പറഞ്ഞോളൂ. ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഇല്ല. ആ, ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. എന്താ ഇഷ്യൂ? ഇല്ല, തട്ടിയതാണ്. Okay, fine. So particles are continuously moving and particles attract each other. Particles നമ്മൾ പറഞ്ഞു interparticle force of attraction ഉണ്ട്. They attract each other. Higher temperature increases particle motion. നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. പാർട്ടിക്കിൾസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ആ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക. then it will be easier. അപ്പൊ രണ്ട് പോയിന്റ് ഒരു ഒറ്റ സെറ്റ് ആയിട്ടായില്ലേ? യെസ്, യാസിൻ ടെൽ മീ ഡിയർ. നമുക്കൊരു സോളിഡ് ആയിട്ട് നമ്മൾ ഹയർ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് മെൽറ്റ് ആവും. ചില സാധനങ്ങൾ ലൈക്ക് പെന്ന്, പ്ലാസ്റ്റിക്. അതെ, മെൽറ്റ് ആവുന്നുണ്ട്. അപ്പൊ പാർട്ടിക്കിൾസ് മൂവ് ആവുന്നതുകൊണ്ടാണ് അത് മെൽറ്റ് ആവുന്നത്. അതെ, പാർട്ടിക്കിൾസ് മൂവ് ആയി ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ. So that was the characteristics of particles of matter. ഇനി നമ്മൾ പറഞ്ഞത് എന്താ? പാർട്ടിക്കിൾസ് മാറ്ററിൽ പാർട്ടിക്കിൾസ് പ്രസന്റ് ആണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ എന്ത് എവിഡൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, if you are asked about the evidence of particulate nature of matter, you have to first tell the term diffusion, then second one is Brownian movement. രണ്ട് എവിഡൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്താ? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് മാറ്റർ എപ്പോഴും എവിടേക്ക് പോയിക്കൊണ്ടിരിക്കും? ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. എപ്പോഴും പോസിബിൾ ആകണമെന്നില്ല, ബട്ട് മാറ്റർ ഇസ് ഓൾവേസ് ഹാവിംഗ് എ ടെൻഡൻസി ടു ഫ്ലോ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. മൂവ് ചെയ്യുന്നു. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പാർട്ടിക്കിൾസ് എപ്പോഴും, മാറ്റർ എപ്പോഴും കാണിക്കാറുണ്ട്. അത് ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു രീതിയിലും നമുക്കിത് പറയാം, ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് എഴുതാനുള്ള ഡെഫിനിഷൻ അല്ല, ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓക്സിജനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, നൈട്രജനെ കുറച്ച് വലിയ ആൾക്കാരായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. സപ്പോസ് ആക്ച്വലി ഇങ്ങനെ ആവണം എന്നില്ല. സപ്പോസ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ ഇവര് തമ്മിൽ ഞാൻ മിക്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. മിക്സ് ചെയ്യുമ്പോ ഇവരെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം പുറമേ ഈ ടൈനി പാർട്ടിക്കിൾസിനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നു? ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫേസ്, റൈറ്റ്? അപ്പോ അവരെന്ത് ചെയ്യുന്നു? പരസ്പരം മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് എടുക്കാം. എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവർ മിക്സ്ഡ് അപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. അത് മാറ്ററിന്റെ പർട്ടിക്കുലേറ്റ് നേച്ചറിന്
എവിഡൻസ് ആണ്. അതായത് മാറ്ററിന് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാണല്ലോ അവർ മിക്സ്ഡപ്പ് ആകുന്നത്. So അതിനൊരു എവിഡൻസ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എവിഡൻസ് ഇസ് ബ്രൗണിയൻ മൂവ്മെന്റ് ഓർ ബ്രൗണിയൻ മോഷൻ. യെസ് ശ്രേ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. Tell me dear, do you have any doubts? മിസ്സിന്റെ വോയിസ് താഴ്ന്ന് മുകളിലോട്ട് ഇങ്ങനെ പോണ പോലെ അത് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള ഇഷ്യൂ ആണല്ലോ. ലെറ്റ് മീ ചെക്ക് ദാറ്റ്. ഓക്കെ, എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാ കേട്ടോ. ഓക്കെ, സോ ബ്രൗണിയൻ മോഷൻ, zigzag movement of particles observed under a microscope. ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാർട്ടിക്കിൾസിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ റാൻഡം മോഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, റാൻഡം മോഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ റാൻഡം മോഷനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയാ. ഓക്കെ, യെസ്, ഐ എം കമ്മിങ് ടു യു ഡിയർ. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയാ. അപ്പൊ അതൊരു സിഗ്സാഗ് മൂവ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സിഗ്സാഗ് മൂവ്മെന്റ്. ഓക്കെ, സിഗ്സാഗ് മൂവ്മെന്റ്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ എന്തെന്ന് ചോദിച്ചാൽ സ്മോക്ക് പാർട്ടിക്കിൾസ് മൂവിംഗ് റാൻഡംലി ഇൻ എയർ. സ്മോക്ക് പാർട്ടിക്കിൾസ് മൂവിംഗ് റാൻഡംലി ഇൻ എയർ. സോ yes, so everyone, please tell me if you feel any issues with my audio. Please tell me in the chat box. Okay, all of you please respond. Please tell me in the chat box if you are no problem. Okay, Yasin, Ahil okay aanu, Tanvi okay aanu, Aidan fine. Okay. Okay, no issues. Givargis, Hana, no issues. Jagannath, no issues. No problem. Okay, no issues. Akshay. Okay, okay, Anna. So most of the students are saying that. Gauri also said no problem. So most of the students were saying like daily exam in Undavilla, Prince. വളരെ കുറച്ച് ആൾക്കാരാണ്. ലെറ്റ് മീ ടെൽ യു ദാറ്റ്. ലെറ്റ് മീ ക്ലിയർ ദാറ്റ് ഫോർ യു. 1 2 3 4 5 okay 6 of you are saying like there is a problem. Sometimes there is a problem. അതിൽ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞത് ബ്രേക്ക് ആവുന്നുണ്ട് ആൻഡ് കുറച്ച് ആൾക്കാർ പറയുന്നത് ബ്ലർ ആവുന്നുണ്ട് എന്നാണ്. റിമൈനിങ് വി ഹാവ് ഓൾമോസ്റ്റ് 30 സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. ബാക്കി എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നത് നോ ഇഷ്യൂസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ എം കൺഫ്യൂസ്ഡ്. അങ്ങനെ ഇഷ്യൂ ഉള്ളവര് ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. 1-2 വട്ടം ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കൂ. ബിക്കോസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ ഇഷ്യൂ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മെജോറിറ്റി ആൾക്കാർ പറയുന്നത് നോ പ്രോബ്ലം എന്നാണ്. സോ വാട്ട് ക്യാൻ ഐ ഡു? യെസ്, ഓക്കെ. സ്മോക്ക് പാർട്ടിക്കിൾസ് മൂവിംഗ് റാൻഡംലി ഇൻ എയർ, അതാണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടത് ഫോർ ബ്രൗണിയൻ മൂവ്മെന്റ്. ആൻഡ് സോളിഡ് സ്റ്റേറ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് റിവൈസിംഗിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ആൻഡ് സോളിഡ് സ്റ്റേറ്റിന്റെ കേസ് നമുക്ക് അറിയാവുന്നതാണ്. ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. സോളിഡിന്റെ പ്രോപ്പർട്ടി എന്താ? ഇറ്റ് ഈസ് ഹാവിംഗ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. Particles are tightly packed. Particles are tightly packed. Yes, Ray, tell me dear. അപ്പൊ ഈ സാധാ ഈ ടവലൊക്കെ ഉണ്ടാവും, ടവലല്ല ഈ ടിഷ്യൂ ഒക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര തിന്നായിട്ടുള്ള, Yes, അതിന്റെ Emmanuel, I'm coming to you. അതിന്റെ ഒക്കെ പാർട്ടിക്കിൾസ് ഭയങ്കര ലൂസ് ആയിരിക്കോ? പാർട്ടിക്കിൾസ് ലൂസ് അല്ല, അവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് അപ്പോഴും ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ്. It depends on their particle arrangement. Okay. Okay, yes. Yes, Emmanuel. മാം, ഈ വർക്കൗട്ട് സെക്ഷന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴാ തരാം? ഇപ്പോ ഒരു വിത്തിൻ 5 minutes. നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നേ ഉള്ളൂ. ഇമ്മാനുവൽ, വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്തിൻ 5 minutes. യെസ്,
യാസീൻ, മാം ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞു. ഒരു ഫിക്സ്ഡ് ഷേപ്പ് അവർക്ക് ഉണ്ടാകും. നമ്മളിപ്പോ കാണുന്ന ഇപ്പൊ ഈ ഒരു പെന്നിന് ഈ പെന്നിന്റേതായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, ഒരു ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. ഇത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വൺസ് ഇത് ഡാമേജ് ആക്കാതെ ഇത് മാറ്റാൻ പറ്റില്ല. ശരിയല്ലേ? ഇത് ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇതിനെ ഡാമേജ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ശരിയല്ലേ? അതല്ല, ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. സോ ഇറ്റ് ഇസ് ഹാവിംഗ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ഇസ് ഹാവിംഗ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് എ ഡെഫിനിറ്റ് വോളിയം. ഇത് ഇരിക്കാൻ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സ്പേസ് വേണം. ശരിയല്ലേ? അതല്ലാതെ ഇതിൽ ചെറിയ സ്പേസിൽ ഇത് അഡ്ജസ്റ്റ് ആകുമോ? ഇല്ല അല്ലെ? സോ ഇറ്റ് ഇസ് ഹാവിംഗ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന് റീസൺ ആണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് ടൈറ്റ്ലി പാക്ഡ്. പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. അതെന്തുകൊണ്ടാ? പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്ക് ചെയ്യപ്പെടുന്നത് അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ഓർ ഇറ്റ് ഈസ് മാക്സിമം. അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് ആയിട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, പാക്ക് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കിൾസ് ക്യാൻ ഓൺലി വൈബ്രേറ്റ് അബൌട്ട് ഫിക്സ്ഡ് പൊസിഷൻസ്. പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. കനോട്ട് മൂവ് പാസ്റ്റ് ഈച്ച് അതർ. പാർട്ടിക്കിൾസിന് അവരിയ്ക്കുന്ന സ്പേസിൽ നിന്ന് മാറി മറ്റൊരു സ്പേസിലേക്ക് പോകാൻ പറ്റില്ല. Okay, so cannot move past each other. These are the properties of solids. Have a definite shape and volume. They are tightly packed and their interparticle attractions are strong, and particles can only vibrate about their fixed position, cannot move past each other. These are the properties of solid state. Any doubts? Any doubts? ഓക്കെ, എക്സാമിന്റെ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ ഐ തിങ്ക് 2 to 3 times പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇന്ന് ഡെയിലി ടെസ്റ്റ് ഉണ്ടാവില്ല, ഇന്ന് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവില്ല. ലൈക്ക് വി ആർ ഹാവിംഗ് അവർ വർക്ക്ഔട്ട് സെഷൻ. നമ്മൾ ഇപ്പോ ജസ്റ്റ് ചാപ്റ്റർ ഇന്നലെ പറഞ്ഞ പോർഷൻ റിവൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് വി ആർ ആഡിങ് 2 to 3 points. ഓക്കെ, വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവരുടെ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ദേ വൈബ്രേറ്റ് മോർ വിഗറസ്ലി. സോ വെൻ വി ഹീറ്റ് സോളിഡ് ദി പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് മോർ വിഗറസ്ലി ആൻഡ് അവരൊരു പോയിന്റിൽ എത്തും, ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ വൈബ്രേഷൻസ് വളരെ സ്ട്രോങ് ആയി ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ലീവിങ് ദെയർ പൊസിഷൻസ്, അവരുടെ പൊസിഷൻസ് ലീവ് ചെയ്ത് അവര് എന്ത് ചെയ്യാൻ തുടങ്ങും, അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് സോളിഡ് എന്ത് ചെയ്തു, സോളിഡ് മെൽറ്റഡ് ഓർ സോളിഡ് എന്തായിട്ട് മാറി, ലിക്വിഡ് ആയിട്ട് മാറി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്തു, വീക്കൻ ചെയ്തു ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി. ഓക്കെ, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വൈബ്രേഷൻ ബിക്കംസ് മോർ വിഗറസ് and eventually vibration becomes so strong that particles leave their positions. Particles അവരുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു and ആ force of attraction weaken ചെയ്യുന്നു. Okay, any doubts regarding the melting of solids? Any doubts regarding the melting of solids? Just last ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക്ഔട്ട് സെഷനിലേക്ക് പോവാണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ മിനിമം ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞല്ലോ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ, യെസ് യാസീൻ ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്, നമ്മളൊരു മെൽറ്റിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ പോയിന്റിലാണ് സോളിഡ് എന്തായിട്ട് മാറുന്നത്, ലിക്വിഡ് ആയിട്ട് മാറുന്നത്. അവിടെ വെച്ചാണ് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? സോളിഡ്സിന്റെ ആ ഒരു ടൈറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് ലിക്വിഡിന്റെ പോലെ ആകുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ്. സോ ഇറ്റ് ഇസ് ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് മെൽറ്റ്സ് ടു ബിക്കം എ ലിക്വിഡ്. അത് ഏറ്റവും താഴെ ഏത് ടെമ്പറേച്ചറിലാണോ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നത്, അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അവിടെ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ പറയുന്നുണ്ട്, അറ്റ്മോസ്ഫറിക് പ്രഷർ. Okay, yes Swafan, I'll tell that once more. Okay, അറ്റ്മോസ്ഫറിക് പ്രഷറിൽ സോളിഡ് ലിക്വിഡ് ആകുന്ന മിനിമം ടെമ്പറേച്ചറിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. ചില സോളിഡ്സിന് എന്തായിരിക്കും, ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്ക് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. ആൻഡ് others have strong attractive forces and have high melting point. Strong attractive forces ഉള്ളവർക്ക് high melting point, weak attractive forces ഉള്ളവർക്ക്
low melting point. Yes, Yasin പറഞ്ഞോളൂ. മാം പ്രീവിയസ് സ്ലൈഡ് ഒന്ന് കാണിക്കേ? Of course. ഓക്കെ, അപ്പൊ പ്രീവിയസ് സ്ലൈഡ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈബ്രേഷൻ എന്ന് പറയുന്നത് സോളിഡ്സ് നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് ഓൾവേസ് വൈബ്രേറ്റ്. നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ആ വൈബ്രേഷൻ നല്ല രീതിയിൽ കൂടും, നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹീറ്റ് കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ വൈബ്രേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പാർട്ടിക്കിൾസ് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങും, അവരുടെ ആ ഫിക്സ്ഡ് പൊസിഷനിൽ നിന്ന് ലീവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലീവ് ചെയ്യുന്നതിന് അർത്ഥം എന്താ? അത് ലിക്വിഡിന്റെ ക്യാരക്ടർ അല്ലേ? അപ്പൊ അവിടെ എന്തായിട്ട് മാറി? സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറി. ആ ഒരു പോയിന്റ് എത്തിയപ്പോ സോളിഡ് എന്തായിട്ട് മാറി? കൺവേർട്ടഡ് ടു ലിക്വിഡ്. So that temperature, that minimum temperature at which that vibration becomes so vigorous and the particles leave their position, that means solid converted to liquid. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? Melting point എന്ന് പറയാ. And if the particles are having strong interparticle attraction, the melting point will be high. If they are having weak interparticle attraction, the melting point will be low. Okay? Yes. So I hope it is clear to you. Okay? Okay, alle. Is there any doubt regarding the concepts? So shall we move on to the workout session? Okay, alle. നമുക്ക് questions ലേക്ക് പോവാം. Yes, if you are having any doubts, you can ask me. Okay? So I'm just taking you to the workout session. Yes. Yes, Emmanuel, tell me, dear. ഞാൻ വർക്കൗട്ട് ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനുകളും എഴുതണം. ആൻസേഴ്സ് എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണം എന്ന് ഞാൻ നിർബന്ധം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കുക, ബട്ട് യു ഹാവ് ടു റൈറ്റ് ദി ആൻസർ. അത് ഇലാബറേറ്റ് ആയിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് റൈറ്റ് ദി പോയിന്റ്. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു റൈറ്റ് ദോസ് പോയിന്റ്സ്. നിങ്ങളുടെ ആൻസർ എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, okay, so moving on to the first question. ഞാൻ ഓരോരുത്തർക്കും അസൈൻ ചെയ്യുന്നുണ്ടാകും, പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുക? ആൻസേഴ്സ് എഴുതുക. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് എഴുതുന്നുണ്ടാവണം. ആൻഡ് ഞാൻ ചോദിക്കുന്ന ആൾക്കാർ എന്നോട് ആൻസേഴ്സ് പറയാം. ഓക്കെ അല്ലേ? സോ the first question, air has no particles because it cannot be seen. എയറിനെ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ എയറിനകത്ത് എന്തില്ല? പാർട്ടിക്കിൾസ് ഇല്ല. ഇറ്റ് ഇസ് എൻ അസോർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല. ലൈക്ക് നിങ്ങൾക്ക് അറിയാലോ, എ ട്രൂ, ആർ ഇസ് ഫാൾസ്, ആൻഡ് ആർ ഇസ് or A and R are true and R is the correct explanation of A. നിങ്ങൾ അങ്ങനെ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. യെസ്. ആൻഡ് എയർ occupies space and has mass. എയറിന് സ്പേസ് വേണം, മാസും ഉണ്ട്. And you can give me the answer. The question is for yes, just give me a second. Message, what happened here? Answer പറയാനായിരുന്നോ? Yes, I'll ask you, okay? Yasin, answer പറയാനാണോ? ഡൗട്ട് ഉണ്ടോ? ആൻസർ പറയാൻ. Yes, I'll ask you. ഞാൻ ഓരോരുത്തരെ ആയിട്ട് വിളിക്കാം കേട്ടോ. Okay. So first question is for Ren and Yasin. Ren, answer പറഞ്ഞോളൂ. A is false and R is true. R is true. അപ്പോ ആ false statement ഒന്ന് ശരിയാക്കി പറയാമോ? Air is having particles. Okay. And that actually. But the particles are tiny, അല്ലേ? Yeah. Particles are tiny. It cannot be seen with the naked eyes. That's why we cannot see air. Okay. Yasin, tell me your answer. ഏകദേശം സെയിം ആണ്. എയർ ഹാസ് പാർട്ടിക്കിൾസ്
and it cannot be seen. Okay. Because tiny particles ആണ് അല്ലേ? Yes, tiny. Tiny particles ആണ്. So answer will be, ഇനി ആ assertion reason ന്റെ ആൻസർ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? Answer will be A. A is false, R is true. R is true. Okay, okay, fine. So moving on to the second question. ആ ഒരു ക്വസ്റ്റ്യനിൽ ആർക്കും കൺഫ്യൂഷൻ വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Like it's a simple question. Okay, Ivan, ക്ലാസ് നമുക്ക് 8 o'clock വരെ തന്നെയാണ് കേട്ടോ. Yes, so please focus on our class. Then second question, a bottle of perfume is opened in one corner of a room. The smell reaches a person at the other end much faster on a hot summer day than on a cold winter morning. Justify this observation. ഇത് കുറച്ച് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you can find the answer. അപ്പോ ഒരു ബോട്ടിൽ ഓഫ് പെർഫ്യൂം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, അതിന്റെ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ചെയ്യുന്ന സ്പീഡിന്റെ കേസ് ആണ് പറയുന്നത്. ഒരു ഹോട്ട് സമ്മർ ഡേയിലാണെങ്കിൽ ഇറ്റ് വിൽ സ്പ്രെഡ് ഫാസ്റ്റ് ദാൻ എ കോൾഡ് വിന്റർ മോർണിംഗ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ പറയണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബട്ട് യു ഹാവ് ടു ജസ്റ്റിഫൈ ദിസ് ഒബ്സർവേഷൻ. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഇസ് ഫോർ മെഹ്സാജ് ആൻഡ് ഡിയോൺ. Question is for Mehsaj and Dion. Mehsaj, Dion, and also Navdeep. So the question is for 3 of you. നിങ്ങൾ 3 പേരും ആൻസർ പറയാ. Okay. Yes, I'll give you 10 seconds. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഓക്കെ, സിദ്ധാർത്ഥ് ആൻസർ കറക്റ്റ് തന്നെയാണ്, പക്ഷേ ആ ഡിഫ്യൂഷൻ എന്തുകൊണ്ട്, ഡിഫ്യൂഷന്റെ സ്പീഡിൽ എന്തുകൊണ്ട് ചേഞ്ച് വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. Why the difference in speed? Okay, starting with Mehsaj. Mehsaj, your answer, dear. I can't hear you properly, dear. Your voice is like too low. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, പറഞ്ഞോളൂ. ഓക്കെ, പാർട്ടിക്കിൾസിന്റെ മോഷൻ ഇൻക്രീസ് ചെയ്യും, അങ്ങനല്ലേ പറഞ്ഞേ? Like I heard like that. Okay, in any case, you just give the answer on the chat box, Mehsaj. എനിക്ക് കേട്ടത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Yes, Dion, tell me your answer, dear. Because of diffusion, the particles from high concentration to lower concentration will go. Okay. പക്ഷെ അവിടെ ആ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാ? ഡിഫ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഹോട്ട് സമ്മർ ഡേയിലായാലും കോൾഡ് വിന്റർ മോർണിംഗിലായാലും ഡിഫ്യൂഷൻ നടക്കണമല്ലോ. പിന്നെ എന്തുകൊണ്ടാ ഈ സമ്മർ ഡേയില് ഇതിന്റെ സ്പീഡ് കൂടുന്നത്? Yes, Emmanuel, I will come to you, dear. പറഞ്ഞോളൂ ഡിയോൺ. I don't know. We discussed something about temperature and particle movement, right? So think about that. Yes. And the question, yes, Navdeep, your answer, dear. Where is Navdeep? Just give me a second. Yes. Ma'am, fourth question, right? No, it's the second question. We only reached the second question. I want your answer. I want your observation. Yes. Perfume travels faster on a hot day. Reason is higher temperature increases the kinetic energy of particles. Very good. Yes, so it will move faster, right, than a cold winter morning. Yes. So yes, Emmanuel, tell me, dear. Very good, Navdeep. മാം, പറഞ്ഞോളൂ. ഞാൻ യെസ്റ്റർഡേ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, പറയാൻ പറഞ്ഞു. 5 മിനിറ്റ് ജോയിൻ ചെയ്തിട്ട് അപ്പൊ തന്നെ ലീവ് ചെയ്തു. അപ്പോ കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് ഐഡിയ ഇല്ല, അങ്ങനെയാണോ പറയുന്നേ? അങ്ങനെയാണോ? കുറച്ചൊക്കെ അറിയാം.
Okay. അപ്പോ just try ചെയ്യാ ട്ടോ. If I'm asking you some questions, you can try that question. You can try to find the answer. Okay, miss. Okay. Yes, Miss Raj, it's correct. അപ്പോ നമ്മുടെ ആൻസർ എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു. When temperature increases, particle movement increases. When temperature increases, motion of particles increases. Motion of particles increases. അപ്പോ സമ്മർ ഡേയിലാവുമ്പോ പാർട്ടിക്കിൾസ് പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യില്ലേ? ഇറ്റ് വിൽ ട്രാവൽ ഫാസ്റ്റർ ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ് ഓഫ് ദ റൂം. അല്ലെങ്കിൽ നമ്മൾ പെർഫ്യൂം ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു പേഴ്സണിലേക്ക് അത് പെട്ടെന്ന് എത്തുന്നു. ബിക്കോസ് ഇറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ഓൺ എ സമ്മർ ഡേ ബിക്കോസ് ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് കമ്പയർഡ് ടു എ കോൾഡ് വിന്റർ ഡേ. ഓക്കെ, is there any doubt regarding that question? അവിടെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അവിടെ? Okay. So, moving on to the third question. State 3 characteristics of matter. Give 2 examples for matter. The question is for Prince, Tanmay, and Siddharth. State 3 characteristics of matter. Give 2 examples for matter. Okay. Yes. So I'll give you 10 seconds. Okay. So I hope you are ready with your answer. Yes, Prince, പറഞ്ഞോളൂ. Ma'am, Yes. having mass processing. പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടേഴ്സ് അല്ലേ പറയുന്നേ? നമ്മൾ ആ. എന്തൊക്കെയോ പഠിച്ചല്ലോ. Occupying Okay, it will occupy space, definitely. അത് മാറ്ററിന്റെ ജനറൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? You have to state 3 characteristics of matter. Then you said that particles എന്ത് ചെയ്യുന്നുണ്ട്? അതിന് വോളിയം ഉണ്ട്, മാസ് ഉണ്ട് എന്ന് പറഞ്ഞു. Then Yes, ma'am. പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടേഴ്സും പറയാം കേട്ടോ. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററും പറയാം. Being made up of tiny moving. Okay, tiny moving particles. Okay, matter is made up of tiny moving particles. Very good. And another one, third property or third character. Third character. Okay, fine. Leave it. Give 2 examples for matter. Anything. 2 examples. Yes. 2 Air. examples. Air. Okay, very good. Air. Temperature. Temperature, is that a matter? No. എന്തൊക്കെ മാറ്റർ ഉണ്ട്? നമുക്ക് ചുറ്റും നോക്കി എന്തൊക്കെയാ കാണാൻ പറ്റുക? Yes. Sand. Yes, sand is also a type of matter. Very good, very good. Okay. Chalk. Chalk. Just give me a second, yes. Yes, Yasin, tell me, dear. മാം ഇപ്പോ തേർഡ് ക്വസ്റ്റ്യൻ ആണോ? അതെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Okay. So, next one ആരായിരുന്നു? തന്മയ്, right? തന്മയ്, tell me, dear. Sorry? Ma'am, can I off my mic? Okay. Sure. Third question, right? Yeah, third question.
three characteristics of matter are they have space, they are in continuous motion, they Okay. attract each other. They They attract each other. attract each other. Okay, Yeah, okay. So that they are the characteristics of particles of matter. നിങ്ങൾക്ക് എന്തും include ചെയ്യാം കേട്ടോ. മാറ്ററിന്റെ characteristics ചോദിച്ചാൽ mass and occupy space അത് നിങ്ങൾക്ക് include ചെയ്യാം. And can you give me two other examples of matter, Tanmay? Water and Water, air. air. Okay, very good, very good. Yes. Then next one was Siddharth, right? Yes. Siddhartha, yes. So, three characteristics of matter. Give two examples for matter. Siddharth. Matter is anything that have mass and occupies space, and its Right. particles have spaces between them, and they are continuously moving. Okay, okay, very good, very good. And about two examples, dear. Book, water. Book, water. Okay, very good. So state three characteristics of matter. You can tell that matter occupies space and has mass, and the particles of matter have space between them. Particles of matter are continuously moving, or you can say that matter is made up of continuously moving particles. Okay. And fourth question. A diver is able to cut through water in a swimming pool. ഒരു ഡൈവർ എന്ത് ചെയ്യുന്നു? ഡൈവറിന് ആ വാട്ടർ കട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്വിമ്മിംഗ് പൂളിലേക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് a person cannot walk through a solid brick wall. പക്ഷെ ഒരു സോളിഡ് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന wall ആകുമ്പോൾ ഒരു പേഴ്സൺ അതിൽ കൂടി കട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. Which two characteristics of particles explain this difference? പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏത് വെച്ചിട്ടാണ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? The question is for Ritika, Fatima and Akshay. Ritika, Fatima and Akshay. Nandini, I am coming to you, dear. Doubt ആണോ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണോ? I'll ask you. Yes. So the question is for Ritika, Fatima and Akshay. Please think about the answer. I'll give you 10 seconds. Yes. Who joined a few minutes ago? Okay, Rayton joined few minutes ago, right? Okay, Rayton, just listen to the questions and answers. If you are having any doubts, you can ask me. And Rayton ulla question ഞാൻ പറയാം കേട്ടോ. Yes. Force between them. Okay, answers. Okay. So Ritika, are you ready with your answer? Yes, Ritika, tell me. Particulate nature of matter അല്ലെങ്കിൽ അതിന്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് പാർട്ടിക്കിൾസിന്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? Characteristics എന്ന് പറയുമ്പോൾ ലൈക്ക് എങ്ങനെയാണ്? നമ്മൾ പാർട്ടിക്കിൾസിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചല്ലോ. ലൈക്ക് ഇറ്റ് ഇസ് ഹാവിംഗ് സ്പേസ് ബിറ്റ്വീൻ ദം, they are having strong force of attraction, or they are continuously moving, they are having force of attraction between each other. അങ്ങനെ പഠിച്ച ഏത് ക്യാരക്ടറിനോടാണ് നമുക്ക് ഈ കാര്യം കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സ്വിമ്മിംഗ് പൂളിൽ ലൈക്ക് വെള്ളം ഉപയോഗിക്കണത് അതെ. വാട്ടർ ആണ്. അപ്പൊ ലൈക്ക് അതിനകത്തുള്ള ആറ്റംസ് ലൈക്ക് ഭയങ്കര മൂവ് ഫ്രീലി. ഫോഴ്സും ഉണ്ടാവൂല. അതുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ ഫോഴ്സ് കുറവായിരിക്കും ആൻഡ് സ്പേസ് എന്തായിരിക്കും? മോർ ആയിരിക്കും. അതുകൊണ്ട് വാട്ടറിനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. സോളിഡ് ബ്രിക്ക് വാൾ എന്ന് പറയുമ്പോ സ്പേസ് അത്ര ഉണ്ടാവില്ല. ആറ്റംസ് ഭയങ്കര പാക്ക് ടുഗദർ ആയിരിക്കും. യെസ്, വെരി ഗുഡ്. ആൻഡ് ഫാത്തിമ, വാട്ട് ഈസ് യുവർ ആൻസർ? Fatima Hana, yes. Because the swimming pool is made of water, and water has interparticle space, while a solid brick has no interparticle space. Very good. And what about the force of attraction?
നമ്മൾ 2 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് 2 characters. One is the space between particles, and what about this force of attraction? Yes, you can unmute now, dear. What about the force of attraction? Solid has a strong force of attraction, while liquid have weak force of attraction. Attraction. Very good, very good. So, Akshay, can you give me your answer? Your version. എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ ആൻസർ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. Yes, you can tell me, dear. Akshay, I can't hear you. I think there is an issue with your mic. I can't hear you, dear. It's like you're on mute. You're unmuted, but still I can't hear anything. Okay, I think you're having some issues. You can give the answer on the chat box. Okay? Please type the answer on the chat box. Yes. So, നമുക്ക് 2 characteristics അവിടെ എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. It is, the first one is space between particles. Space between particles is more in water and it is minimum in the case of solid. Okay, so the space between particles, it is the one characteristic that can explain the difference. And the second characteristic, it is the interparticle force of attraction. It is the interparticle force of attraction. It is less in liquid and more in solid. Okay, interparticle force of attraction. Okay, so these are the 2 characteristics that you can connect here to explain the difference between the diver is able to cut through water while we cannot walk through a solid brick wall. Any doubts regarding the question? Mesaj, do you have any doubts here? സാൻഡ് സോളിഡ് ആണ്, പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. സാൻഡ്, റൈസ് ഒക്കെ നമുക്ക് ഗ്രെയിൻ ബൈ ഗ്രെയിൻ ആണ് അവരിയ്ക്കുക. അവര് പരസ്പരം അട്രാക്ട് ചെയ്തിരിക്കുന്നത് വിത്തിൻ എ ഗ്രെയിൻ ആണ് അവരുടെ അട്രാക്ഷൻ. ഓക്കെ, ആൻഡ് ദേ എക്സിസ്റ്റ് ആസ് ഡിഫറെന്റ് ഗ്രെയിൻസ്. അത് ഒരു റൈസ് ആയിക്കോട്ടെ, റൈസിന്റെ കേസിലായിക്കോട്ടെ, ഷുഗർ, സോൾട്ട്, ഇവരുടെയൊക്കെ കേസിൽ ദേ ആർ ഓൾ സോളിഡ്സ്. പക്ഷെ അവരുടെ ആ ഒരു ഗ്രെയിനിനകത്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ദേ എക്സിസ്റ്റ് ആസ് ഡിഫറെന്റ് ഗ്രെയിൻസ്. പല പല ഗ്രെയിൻസ് ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു, നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഇടുന്നത് ആ ഒരു ഷേപ്പ് വരുന്നത്. പക്ഷെ നമ്മളിപ്പോ റൈസിന് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ അരി, ആ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആസ് എ ഹോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെയ്നറിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ആ ഒരു ഗ്രെയിനിന്റെ ഷേപ്പ് മാറില്ലല്ലോ, റൈറ്റ്? ആ ഗ്രെയിനിന്റെ ഷേപ്പ് ഫിക്സ്ഡ് ആയിരിക്കും. ശരിയല്ലേ മിസാജ്? I hope it's clear for you. Yes, I hope it's clear for you, dear. Yes. Okay then. So, we have discussed 4 questions. Any doubts regarding these questions? ഈ ഡിസ്കസ് ചെയ്ത 4 ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? Okay. Okay, so the 5th one, it is an assertion reason question. The question is for Rayton and Ahil. Okay, the smell of perfume spreads throughout a room after it is sprayed. That is the assertion. And the reason is particles of perfume move continuously and mix with air. Particles of perfume move continuously and mix with air. I think it's comparatively an easy question. So Rayton, can you answer that for me? Assertion reason ആയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ യൂഷ്വലി ആൻസർ ചെയ്യുമല്ലോ, A and R is true and both A and R are true and R is the correct explanation of A. Okay, അപ്പോൾ സ്മെൽ ഓഫ് പെർഫ്യൂം സ്പ്രെഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പെർഫ്യൂം പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആഹിൽ, യുവർ ആൻസർ?
Both A and R are true. R is the correct explanation of A. A. Perfume spread ചെയ്യുന്ന yes. That is the correct answer. Both A and R are true. Both A and R are true. And R is the correct explanation of A. And R is the correct explanation of A. Very good, very good. Explanation. Okay, because smell of perfume, we know that spreads throughout a room after it is sprayed. Once അത് spray ചെയ്ത് കഴിഞ്ഞാൽ ആ room full എന്ത് ചെയ്യും? Spread ആകും. And what is the reason? Particles of perfume move continuously. Particles ന്റെ motion എങ്ങനെയാണ്? Continuous ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു already. അത് particles ന്റെ characteristics ൽ വരുന്നതാണ്. Yes. So give an experiment which shows that matter is made up of tiny particles. Give an experiment which shows that matter is made of tiny particles. Yes, Evelyn. The question is for Evelyn, Nandini, and Ivan. നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്പെരിമെന്റ്സ് പറയാം. Give you 10 seconds to think about the answer. Matter is made of tiny particles. Matter is made of tiny particles. ഇതിനു വേണ്ടിയിട്ട് ഇത് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ പറയാം. That is your question. Okay, Yasin and Ivan raised hands. Yeah, yes, Yasin. Ma'am, a chalk, when we chalk करते ചോക്ക് പറഞ്ഞോളൂ. എക്സ്പെരിമെന്റ് പറഞ്ഞോളൂ. ചോക്കിനെ when we break chalks into smaller pieces, it remains the chalk itself, like it is a matter. it is a matter. Tiny particles ആയി മാറുന്നുണ്ട് അല്ലെ? ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ tiny particles ആയിട്ട് മാറുന്നുണ്ട്. Okay, very good, Yasin. And Ivan, yes, confusion ആണോ അതോ ആൻസർ ആണോ? Ma'am, I was going to tell the same thing he told us. Okay, you can also explain that in your own way. പറഞ്ഞോളൂ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആൻസർ സെയിം ആണെങ്കിലും പറയുന്ന രീതി മാറ്റം ഉണ്ടാവും. പറഞ്ഞോളൂ. When we break chalk pieces, it will be divided into another small pieces. Still it is a chalk. When we put it in the water and take it the own shape, it will be again remixed to a chalk. Okay. So ചോക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സെയിം ആൻസർ തന്നെയാണ്. ചോക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? അതിങ്ങനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ ചോക്ക്. അത് ചോക്കിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. ആൻഡ് വി വിൽ റീച്ച് എ സിറ്റുവേഷൻ ലൈക്ക് ഇറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഫർദർ അല്ലെ? അപ്പൊ അതൊരു ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ് ചോക്ക് മേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ എവിഡൻസ് ആണ്. യെസ് നന്ദിനി. പറഞ്ഞോളൂ. Is dissolving sugar or salt in water. Like, for example, if we take, like the procedure is like basically simple. We just have to take a glass of water, add 1 teaspoon of salt or sugar, and then stir it stir it fully until it's like fully dissolved. So we can see that the salt or sugar disappears, but the water's level is like it's not changed a little. Like it's not that much changed. Like only 0.1% only change, and the water tastes like salty or sweet. So this says that the salt or sugar particles are like this. They're spread throughout the spaces between the water particles, and this is what that shows us matter is made up of extremely tiny particles, and it has space between them. Okay, dear. Very good. So that is another experiment. Okay, so who was the third one that need to answer? Evelyn ആയിരുന്നു അല്ലേ? Yes, Evelyn, tell me. Dissolving of copper sulfate in water. Okay. When we dissolve copper sulfate in water and don't stir it, after some time we can see that the copper sulfate will be dissolved. This is because the particles of copper sulfate is broken down and occupies the spaces between the water particles. Through this, we can observe that the matter has more space.
Okay, matter has space and it is made of tiny particles, അല്ലേ? Yes. Okay, അപ്പോ നമുക്ക് കുറച്ചുകൂടി മാച്ച് ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് യു ക്യാൻ either take the experiment of that breaking of a chalk, or a little more suitable example is the dissolution of sugar or salt in water. കാരണം ഷുഗർ ഓർ സോൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടറിൽ പിന്നെ നമുക്ക് ഇവരെ കാണാൻ പറ്റില്ല, ശരിയല്ലേ? ഷുഗർ ആൻഡ് സോൾട്ട് ജസ്റ്റ് ഡിസപ്പിയേഴ്സ് ഇൻ വാട്ടർ. നമ്മൾ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി ടൈനി പാർട്ടിക്കിൾസുമായിട്ട് കണക്ട് ചെയ്യാൻ ഈസിയാണ്. സോ ദ മോസ്റ്റ് സ്യൂട്ടബിൾ എക്സ്പെരിമെന്റ് ഇസ് ഷുഗർ ഓർ സോൾട്ട് ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ ആണ്. കോപ്പർ സൾഫേറ്റ് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം അവിടെ നമുക്കത് ഡിസൊല്യൂഷന്റെ അല്ല, ലൈക്ക് നമുക്ക് ഡിഫ്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ആയിട്ട് കോപ്പർ സൾഫേറ്റ് ഇൻ വാട്ടറിന്റെ എക്സ്പെരിമെന്റ് പറയാം കേട്ടോ. ഡിസൊല്യൂഷൻ ഷുഗർ ഓർ സോൾട്ട് ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ. അതായത് ഇവിടെയാണ് നമുക്ക് മാക്സിമം മാച്ച് കിട്ടുക, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് വരിക. ഇറ്റ് ഈസ് ഓൺ ദി ഷുഗർ ഓർ സോൾട്ട് ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ. നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ആയിക്കോട്ടെ സോൾട്ട് ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുന്ന സമയത്ത് നമുക്കറിയാം അവരുടെ വാട്ടർ ലെവല് ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് മാത്രമേ വാട്ടർ ലെവലിൽ എന്ത് വരുന്നുള്ളൂ? മാറ്റം വരുന്നുള്ളൂ. ആൻഡ് ഓൾസോ വി ആർ നോട്ട് ഏബിൾ ടു സീ ദ ഷുഗർ ആൻഡ് സോൾട്ട് പാർട്ടിക്കിൾ, ബട്ട് സ്റ്റിൽ ദ വാട്ടർ ടേസ്റ്റ് സ്വീറ്റ് ഓർ സോൾട്ടി. അപ്പൊ അവിടെ എന്ത് പറയാം? ഷുഗർ പാർട്ടിക്കിൾസും സോൾട്ട് പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ അതവിടെ പ്രസന്റ് ആണ്. യെസ്, പ്രസന്റ് ആണ്, ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അവരെ കാണാൻ പറ്റില്ല. Okay, so that is the most suitable experiment here. Yes, Yasin, any doubts here? Okay, so if you do not have any doubts, please lower your hands. Akshay, do you have any doubts here? Ma'am, I sent the answer. Okay, I'll check it. Solid have, okay, the particles are tightly. Okay, dear. Okay, Akshay. So, any doubts regarding the sixth question? Sixth question എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? Sixth question എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? Any doubts regarding the sixth question? Yes. So, seventh question, if you inflate a balloon and leave it in a cold refrigerator, it shrinks. Use the particulate nature of matter to explain why this happens without any air escaping the balloon. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്ത് അതൊരു ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അങ്ങനെ വെക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? കുറച്ചൊന്ന് ഷ്രിങ്ക് ചെയ്യുന്നു. അതിൽ നിന്ന് എയർ ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. വൈ ഇസ് ദാറ്റ് സോ? എന്തുകൊണ്ടാണ്? എയർ പുറത്തേക്ക് പോകാതിരുന്നിട്ടും ബലൂൺ ഷ്രിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാ? You have to connect it with the particulate nature of matter to explain or why this happens. Okay, the question is for Aiden, Emmanuel and Sanvi. Aiden, Emmanuel and Sanvi. Okay. Think about the answer. ഇൻഫ്ലേറ്റ് ചെയ്യുക യാസീൻ, നമ്മൾ ഊതി വീർപ്പിക്കുമല്ലോ, ബലൂൺ വീർപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ബലൂൺ ഇങ്ങനെ ചുരുങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാ? എയർ പുറത്തേക്ക് പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, പ്രിൻസ് ഇസ് ടയേർഡ് ഐ തിങ്ക്, റൈറ്റ്? പ്രിൻസ് അത്രയും ടയേർഡ് ആണോ? ചെറുതായിട്ട്. എന്ത് പറ്റി? ഇന്ന് ഹോളിഡേ ആയിരുന്നല്ലോ, ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന്? ഇവിടെ സ്കൂളുണ്ട് ബാംഗ്ലൂരില്. ഓക്കെ, സ്കൂൾ ഉണ്ട് ഓൾറെഡി. അപ്പൊ അതിന്റെ ടയേർഡ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വീക്ക് ആയിട്ടിരിക്കുന്നതാണ് അല്ലേ?
Yes. Okay. Okay. So Emmanuel, shrink ചെയ്യാ means ചുരുങ്ങുക കേട്ടോ. ബലൂൺ ഇങ്ങനെ ചുരുങ്ങും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമ്പോ. Yes. Evelyn, okay. Just give me a second. Meanwhile, just think about the answer. Okay. Yes, Emmanuel. പറഞ്ഞോളൂ. Yes, here we can unmute now. Unmute ചെയ്യാൻ പറ്റുന്നില്ല. Okay. Aidan, can you give me your answer? Yes. You can unmute now, dear Aidan. That was my mistake. പറഞ്ഞോളൂ. So when so the balloons have kinetic energy, so the particles of the balloon hit the air particles hit the balloon's wall and they bounce back, and that is how the balloon keeps inflated. So when we place them in the cold, they lose their kinetic energy slowly, and the particles they start to move slow, and so the balloon shrinks. Very good. So that is Aidan's answer. And who was the third one? Emmanuel is there. Ma'am, can I say the answer? അയച്ചിട്ടുണ്ടോ? The reason is പറഞ്ഞു. because the pressure decreases when we keep the balloon in the fridge. This is the reason. Okay, pressure increases. Pressure increase ചെയ്യുന്നു. Pressure inside the balloon decreases. Oh, decreases when we keep it in cold the air atmosphere. cannot escape. So the air cannot escape. Okay. Fine. Very good. And who was the third one? Aidan, Emmanuel, and please raise your hands, dear. Who was the third one that I asked this question? Yes, Sanvi. Yes, dear. പറഞ്ഞോളൂ. When we keep this balloon in the refrigerator, it loses heat and move more slowly. So it occupies more space and occupies more space and occupies more space and the air will not go. Okay, the balloon balloon gets inflated. അത് നമ്മൾ പറഞ്ഞു. Cold airൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? When we put it in refrigerator, what happens? Its kinetic energy will lose. Okay, its kinetic energy decreases, and then the particles will move slowly. Move slowly. അപ്പൊ അതിനകത്തുള്ള pressure എന്ത് ചെയ്യും? Pressure will decrease. Okay. So that's why the balloon shrink. അല്ലേ? Yes. Very good. Yes, Emmanuel. What happened here? Kinetic energy എന്ന് വെച്ചാൽ പറഞ്ഞു തരാൻ പറ്റുമോ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ എനർജിയെ നമ്മൾ കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ മൂവിങ്, ദി എനർജി അസോസിയേറ്റഡ് വിത്ത് യു ഇസ് കൈനറ്റിക് എനർജി. ഓക്കെ, ഒരു പാർട്ടിക്കിൾ എവിടെയെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. എല്ലാ മാറ്ററിനും കൈനറ്റിക് എനർജി ഉണ്ടാവില്ലേ? കൈനറ്റിക് എനർജിയുടെ
എമൗണ്ട് കൂടിയും കുറഞ്ഞും ഇരിക്കാം. സം ഒബ്ജക്ട്സ് മേ നോട്ട് ഹാവ്, അതിനൊരു മിനിമം കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. Okay. Okay. Thank you. Okay. Very good. Very good. So inflate a balloon and leave it in a cold refrigerator. അപ്പോ നമ്മൾ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? There is a pressure. There is a pressure due to the movement of particles. There is pressure due to movement of particles. Pressure due to movement of particles. Movement of particles. And when temperature decreases, motion decreases. When temperature decreases, motion decreases. Particle motion decreases and pressure decreases. Okay, അതുകൊണ്ടാണ് ബലൂൺ എന്ത് ചെയ്യുന്നത്? shrink ചെയ്യുന്നത്. Any doubt regarding the question? Yes, Yasin, tell me. മാം ഒരു പ്രാവശ്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും, മനസ്സിലായി? അതായത് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസ് എല്ലാം കൂടി അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. എയർ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നുണ്ടല്ലോ. മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ കൈനറ്റിക് എനർജി ഒക്കെ കൊണ്ട് നല്ല പ്രഷർ ഉണ്ടാകും അതിനകത്ത്. ഓക്കെ, അപ്പൊ ആ ബലൂൺ ഇങ്ങനെ ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കുറയല്ലേ? ടെമ്പറേച്ചർ കുറയുമ്പോൾ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റും എന്ത് ചെയ്യും? നമ്മളിങ്ങനെ നമ്മുടെ എനർജി പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ അനങ്ങാതെ ഇരിക്കില്ലേ? അതുപോലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാതിരിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ് കുറയുന്ന സമയത്ത് അതിങ്ങനെ അതിന്റെ പ്രഷർ കുറയും. പ്രഷർ കുറയുന്ന സമയത്ത് ബലൂൺ എന്ത് ചെയ്യും? ഷ്രിങ്ക് ആകും. ഓക്കെ, യെസ്, ദാറ്റ് ഇസ് ദി ആൻസർ. യെസ്. പ്രിൻസ്, നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് കൂടി അവരവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ നമുക്ക് അവരോട് കൂടി ചോദിക്കാം. ആൻഡ് പ്രിൻസിനോട് ഞാൻ ചോദിക്കാം കേട്ടോ. യെസ്. So the 8th question, if you drop a bit of honey into water, it reaches the bottom before it starts to mix. നമ്മൾ ഹണി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടറിലേക്ക് ഹണി ഡ്രോപ്പ് ചെയ്താൽ അവര് മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഡ്രോപ്പ് ആയിട്ട് തന്നെ താഴെ എത്തുകയാണ്. പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നു? താഴേക്ക് എത്തുന്നു വാട്ടറിന്റെ. If you drop ink into water, it starts mixing immediately. അതേസമയം ഞാൻ ആണ് ഡ്രോപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ it starts mixing immediately. Why is the rate of diffusion different? Why is the rate of diffusion different? എന്തുകൊണ്ടാണ് ഈ ഡിഫ്യൂഷന്റെ റേറ്റ്? ഹണി മിക്സ് ആകും, നമ്മൾ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് ഹണി മിക്സ് ചെയ്യും, പക്ഷെ അതിന്റെ ആ ഒരു ഡിഫ്യൂഷൻ റേറ്റ് കുറവാണ് കമ്പയർഡ് ടു ഇങ്ക്. ഇങ്ക് ആണെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വൈ ഈസ് ദാറ്റ് ഡിഫറൻസ് ഇൻ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ? അതാണ് എനിക്ക് അറിയേണ്ടത്. ദ ക്വസ്റ്റ്യൻ ഇസ് ഫോർ ഐവൻ, ഗീവർഗീസ് ആൻഡ് ബെൽസൺ. The question is for Ivan, Gevorgis and Belson. Okay, you have 10 seconds to find the answer. Honey എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് മിക്സ് ചെയ്യുന്നില്ല, ബട്ട് നമ്മുടെ ഇങ്ക് പെട്ടെന്ന് വാട്ടറുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. I want to know that. Why is that so? Why is the rate of diffusion different? Okay, answers. Everyone put the answers on the chat box. Yes, Emmanuel. നമുക്ക് ഇനിയും questions ഉണ്ട്. Okay, Ritika gave me an answer. Okay, Prince also gave the answer. Okay, Gevorgis, are you ready with your answer, dear? Yes, tell me. Yes, ma'am, I am ready with my answer. Tell me, dear. The density of honey is more than that of ink. Okay. അപ്പൊ അവരുടെ പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും? പെട്ടെന്ന് അവരുടെ പാർട്ടിക്കിളിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ
സ്പേസ് അതൊക്കെ എങ്ങനെയായിരിക്കും ഹണി ആൻഡ് ഇങ്ക് കമ്പയർ ചെയ്യുമ്പോ? Uh, ഹണിയിലെ പാർട്ടിക്കിൾസും ഇങ്കിലെ പാർട്ടിക്കിൾസും അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? there will be more space in ink. Yes. And what about the force of attraction? The force of attraction is high in honey and low in ink. യെസ്, അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് എന്ത് ചെയ്യാത്തത്? ഹണി ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ കുറച്ചുകൂടി സമയവും അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഓക്കെ, ദാറ്റ്സ് വൈ ഹണി get mixed with water a little, or it will take a little more time. And what about ink? Ink is having low force of attraction, that's why it gets diffused immediately. Okay, then who was the second one? It is, yes, Ivan, tell me your answer. Ma'am, I think honey is more thicker than ink, Okay, so it takes more time to. thicker than ink. അപ്പൊ നമ്മുടെ കേസുമായിട്ട് അത് എങ്ങനെയാ കണക്ട് ആവുക? പാർട്ടിക്കിൾ നേച്ചറുമായിട്ട് അത് എങ്ങനെയാ കണക്ട് ആവുക? പാർട്ടിക്കിളിന് എങ്ങനെയാ പ്രത്യേകത? Ink അത് has സ്പേസ്, more space, okay, between particles. so it get fastly mixed in the water. Honey Okay. has less Space. And so what about the force of attraction? Force of attraction high or low in ink? ink high. Force of attraction. Low. Okay. അപ്പൊ ഹണിയില് പറഞ്ഞ മനസ്സിലായില്ല. അതായത് ഹണിയില് ഹണിയും ഇങ്കും ഒന്ന് കമ്പയർ ചെയ്തേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഹണിയിലായി. ഹൈ. ഓക്കെ ഓക്കെ, ഇത് എന്റെ മുഖം മാറുന്നതിനനുസരിച്ചാണല്ലോ നിങ്ങളുടെ ആൻസേഴ്സ് മാറുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ഐവൻ. സ്പേസും ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷനും പറയണം കേട്ടോ. സ്പേസ് യു സെഡ് റൈറ്റ്, ബട്ട് ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷനും കൂടി അതിനകത്തൊന്ന് അറ്റാച്ച് ചെയ്യാം. Okay, and due to the high interparticle attraction in honey and due to the less space in honey, it gets diffused in water a little slowly. Let's ask Belson for his. Where is Belson? Belson, can you hear me? Please raise your hands, dear. Okay. Okay then. So it's about the thickness of water and or the thickness of honey and ink. Ink പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? Or the diffusion, rate of diffusion of ink. Rate of diffusion of ink is higher. അതെന്തുകൊണ്ടാ? Interparticle attraction, due to low interparticle attraction. Interparticle attraction കുറവാണ്, അതുപോലെ തന്നെ സ്പേസ് എന്താണ്? കൂടുതലാണ്. Interparticle attraction is low. Clear? Any doubt? Any doubt? If you are having any doubts, you can ask me. Viscosity ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. It is about the viscosity, density or anything. Okay. Yes, Akshay, it's right. So, 9th question, define Brownian movement. Define Brownian movement. The question is for Fatima J. Rahis. Then it's for Manet. Fatima J. Rahis and Manet. Okay. Yes, Yasin? Do you have any doubts, dear? ആൻസർ പറയുന്നത്. No, no. നമുക്ക് കുറച്ച് പേരൂടെ ഉണ്ട് കേട്ടോ. ആൻസർ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുടെ ഉണ്ട്. So let's ask them. Okay. Yes, Devang? Is it Devang? Yes, ma'am. Can I have the next question, ma'am? I don't answer. Okay.
I'll ask you. Yeah. Just give me a second, dears. Okay, Fatima, can you give me the answer, dear? That is Fatima. Yes. Yes, dear, you can tell me. Zigzag movement of particles observed under microorganisms. Microscope. Yes. It is called Brownian movement. Can you tell me an example in which Brownian movement can be explained? And you can say, okay. You can unmute now, dear. If you know the example, you can unmute now. Okay. The question was for, I think, Manet, right? Manet, can you hear me? Hello, ma'am. Yes, tell me, dear. Ma'am, എനിക്ക് ആ ക്വസ്റ്റ്യനിൽ ഇച്ചിരി കൺഫ്യൂഷൻ ആണ്. Brownian മൂവ്മെന്റിന്റെ ആ ഒരു ഡെഫിനിഷൻ മാത്രം പറഞ്ഞു തന്നാൽ മതി. എന്താണ് Brownian മൂവ്മെന്റ്? Do you know what is the definition? Clear അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. No issues. Okay then. So, Muhammad Shahir, I think. Can you hear me, dear? Can you hear me, Muhammad Shahir? Are you there? Please switch on your videos, all of you. Please switch on your videos. Sharan, Jagannath. Yes. Shahir, can you hear me? Irregular movement of Yes, irregular movement of tiny particles. എന്ത് ഷേപ്പിലാണ് അവർ മൂവ് ചെയ്യുന്നത്? Zigzag. Zigzag ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത്. Can you tell me an example? No, ma'am. Okay. Just give me a second. Okay. Jagannath, can you answer that for me? Define Brownian movement and give me an example for that kind of movement. Yes, Mehsad said the example. Very good. Jagannath, can you hear me? Okay. Sharon, what about you? I don't know, ma'am. Okay. Yes, Gauri, define Brownian movement. Okay, your response is too slow. Okay. Okay, then. So Brownian movement, it is the zigzag movement of particles. It is the zigzag movement of particles. Yes, Gauri, can you hear me? മാഡം അതെ നെറ്റിന്റെ ഒരു ഇഷ്യൂ കൊണ്ട് എനിക്ക് മ്യൂട്ട് വെക്കാൻ പറ്റണ്ടായില്ല. Okay. ഇപ്പോ Brownian മൂവ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? എന്തോ? Brownian മൂവ്മെന്റിന് എക്സാമ്പിൾ പറയാമോ, ഗൗരി? Okay, ma'am. Do you know any example of Brownian movement? Okay, no issues there. It is the movement of dust particles in light. നമ്മൾ ലൈറ്റ് എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ്. നമ്മൾ ലൈറ്റ് ഒരു ബീം ഓഫ് ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബ്രൗണിയൻ മൂവ്മെന്റ്. അതുപോലെ തന്നെ എയർ ഫ്ലോയും ബ്രൗണിയൻ മൂവ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മൂവ്മെന്റ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എയർ. Okay, so 10th question, Devang.
Devang, when a needle pricks a balloon, it bursts with a loud sound and the air escapes instantly. Why does the air rush out so violently instead of slowly leaking? Yes, ma'am. When we pricks a needle with a balloon, ma'am, the air inside the balloon has higher pressure, ma'am, and the air outside the balloon has lower pressure. Lower. So as the property of particulate nature of matter says that air moves from higher to lower pressure. Pressure, okay. This is why the air bursts Air out, rush out. rush Yes. out from the balloon. Very good, very good. So you can say that when air is filled in balloon, or if the balloon is inflated, the air is under high pressure inside the balloon, and when we prick it with a needle, the air will suddenly release into a low pressure area, because air will travel from high pressure region to low pressure region. Okay, the particles travel from high pressure region to low pressure region. So these were some questions regarding the chapter or the day one concepts of the chapter. Any doubts regarding the questions or answers? Any doubts? Any doubts regarding the questions? So if you are having any doubts, you can raise your hands and ask me. Okay, no doubts. All clear? Prince, is that clear to you? Prince, Ritika? Yes, ma'am, it's clear. Okay then. Okay, Akshay, what about you? Is that clear? Yes, ma'am. Okay, okay. So we can wrap it up. Thank you all. പറഞ്ഞോളൂ. ടീച്ചർ ഇത് ഇതിനകത്തുള്ളതാണോന്ന് അറിഞ്ഞൂടാ, എന്റെ ഒരു ഡൗട്ടാ. പറഞ്ഞോളൂ. നമ്മുടെ ഈ ഒരു സിറിഞ്ച് ഇല്ലേ, ഈ സിറിഞ്ചിനകത്ത് വലിക്കുമ്പോ അതിനകത്ത് എയർ കയറും. എയർ കയറുന്നുണ്ടാവും. യെസ്, എയർ വിൽ എന്റർ. പറഞ്ഞോളൂ. അതോ നമ്മൾ സിറിഞ്ച് വലിച്ചിട്ട് ചുമ്മാ വെക്കുമ്പോ അതിന്റെ ഉള്ളിൽ എയർ കയറുന്നതാണോ നമ്മൾ പ്രസ് ചെയ്യുമ്പോ തിരിച്ചു പോകുന്നത്? സിറിഞ്ച് നമ്മൾ ബാക്കിലേക്ക് പിസ്റ്റൺ പുള്ളി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എയർ ഫില്ലാവും. എയർ ഫില്ലായിട്ട് നമ്മൾ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്ന സമയത്ത് ആ എയർ ആണ് എന്ത് ചെയ്യുക, ആ എയറിലേക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. അപ്പുറത്തെ എൻഡ് ഓപ്പൺ ആണെങ്കിൽ എയർ പുറത്തേക്ക് പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നമ്മൾ അപ്പുറത്തെ ആ ഒരു എൻഡ്, ആ സിറിഞ്ചിന്റെ എൻഡ് ക്ലോസ് ചെയ്ത് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കംപ്രസ് ആകും. അതിനുശേഷം ഈ പിസ്റ്റൺ മൂവ് ചെയ്യില്ല, ബിക്കോസ് എയർ ഇസ് പ്രസന്റ് ദെയർ. മാം, അപ്പം ഈ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കില്ലേ, പക്ഷെ പിസ്റ്റല് വലിച്ചു വെക്കുമ്പോഴില്ലേ എയർ അല്ലാതെ ഈ ഇതിന്റെ ഈ ഹോളിൽ കൂടെ പുറത്തു പോകത്തില്ലേ? വളരെ ചെറിയ എമൗണ്ട് പുറത്തു പോകുന്നുണ്ടാകും, ബട്ട് there is a certain amount of air present inside the syringe. Okay. Okay. No exams written. We are about to wind up the session. Yes, Yasin. Do you have any doubts? Hello, ma'am. Hello, നമുക്ക് ലീവ് ആവും ചോദിച്ചു. We can wind up. Okay, thank you all. Good Bye, night. ma'am. Good night. Bye, dear. Okay. Yes, friends. Usually I eat early before the session, before the class. And thank you for asking, Prince. Okay. Bye, dear. Bye, all.